ഇത് നമ്മുടെ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ കവാടമാണ്. ഇതിൻ്റെ അകത്ത് ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് പെർമിഷൻ ഉള്ളത്. അതുവരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ആനപ്പന്തി, അതേപോലെ തന്നെ ഡോസൺ എന്ന് പറഞ്ഞ സായിപ്പിൻ്റെ സ്മാരകം, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇവിടെ ആൾക്ക് ഒന്നിന് 50 രൂപയാണ് ടിക്കറ്റ്. 2 വീലറിനും 50 രൂപയാണ്. അതുപോലെ അവിടെ തന്നെ ഒരു തേക്കിൻ്റെ ഡിപ്പോവും ഉണ്ട്. നിലമ്പൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് ഈ സ്ഥലം വരുന്നത്. ഇപ്പോൾ റെയിൻ ഫോറസ്റ്റാണ്, മഴക്കാടുകളാണ്. നെടുങ്കയം ബ്രിഡ്ജ്, അതാണ് അവിടെ ഉള്ളൊരു കാണാനുള്ള സ്ഥലം. അത് 933. പിന്നെ ഡോസൺസ് ടോംബ്, പിന്നെ മാത്തൻ ആൻഡ് കരിക്ക, അതിലൊരു പ്രതിമയുണ്ട്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. അത് ബൈക്കും കാറൊക്കെ അലൗഡാണ്. നെടുങ്കയം റെയിൻ ഫോറസ്റ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം ഇനി മുതൽ ചിത്രീകരിക്കാൻ പോകുന്നത്. തേക്ക് ഡിപ്പോ ആണ്. തേക്കുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതുവരെയാണ് വണ്ടികൾ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 2 കിലോമീറ്റർ മുൻപ് അവിടെ എൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ. അവിടെ നിന്ന് നമ്മൾ 50 രൂപ ഒരാൾക്ക് വെച്ച് ടിക്കറ്റ് എടുക്കണം. 2 വീലറിന് എൻട്രിക്ക് 50 രൂപയാണ്. 4 വീലറിന് 100 തോന്നുന്നുണ്ട്. അതിൻ്റെ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് ആദ്യം ചേർത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ വനത്തിലൂടെ ഒരു ചെറിയ ട്രക്കിംഗ് ഉണ്ട്. ഒരു വെള്ളച്ചാട്ടവും നമുക്ക് സന്ദർശിക്കാം ഇന്നത്തെ ദിവസം. നെടുങ്കയം ഒരു മഴക്കാടുകളാണ്, റെയിൻ ഫോറസ്റ്റാണ്. അവിടെയുള്ള മിൽമ ബൂത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നോ വെഹിക്കിൾ എൻട്രി ഇട്ടിട്ടുണ്ട്. പുഴയൊക്കെ ഇറങ്ങണ്ട കേട്ടോ, താഴത്തേക്കൊന്നും ഇറങ്ങരുത്. ഇത് ആരണ്യത്തിൻ്റെ മനോഹാരിതയാണ് ഇവിടെ ഉള്ളത്. അത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു മഴക്കാടുകളുടെ ഭംഗി ആസ്വദിക്കുക ആണ് നെടുങ്കയത്തിൽ കാര്യമായിട്ടുള്ളത്. പിന്നെ ഒരു പുഴയുണ്ട്. അതാണ് ഈ നെടുങ്കയം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. പുഴയിൽ ചിലർ കുളിക്കാറുണ്ട്. ഈയിടെയായിട്ട് കുളിക്കാൻ അനുവാദം നൽകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ ചോലനായ്ക്കർ എന്ന് പറഞ്ഞ ഒരു ട്രൈബ്സിൻ്റെ അപൂർവം, വളരെ ഏറ്റവും ആദിമ മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗമായിട്ടാണ് ചോലനായ്ക്കരെ കണക്കാക്കുന്നത്. അവരുടെ അപൂർവം സങ്കേതങ്ങളിലൊന്നാണ് ഈ നെടുങ്കയം. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. അതാണ് നേരത്തെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതിൻ്റെ താഴെയായിട്ട് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം ഡോസൻ്റെ ടോംബാണ്, അതായത് ശവകുടീരം. അതാണ് ഇവിടെ വേറൊരു പ്രത്യേകത.
Dawson, an Englishman, was the forest engineer in Indian Forest Engineering Service. He constructed the girder bridges at Cherupuzha during 1931. 1931 ചെറുപുഴയ്ക്ക് കുറുകെ ഗർഡർ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഡോസൺ ഒരു ഫോറസ്റ്റ് ഓഫീസറായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത്. അതാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഒരു ശവകുടീരം, അതായത് ടോംബ് ഇവിടെയുള്ളത്. ആ സ്മാരകമാണ് ഇവിടെ ഒരു ശിലയിൽ അത് വളരെ ഭംഗിയായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പോയിൻ്റ്. ഡോസൺ ദ ഫോറസ്റ്റ് എഞ്ചിനീയർ പറയുന്നു. അതെനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ള ഈ മരങ്ങളെല്ലാം തേക്കുകളെല്ലാം വെച്ച് പിടിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത്. അദ്ദേഹം ചെയ്തതാണ് ഇവിടുത്തെ വനവൽക്കരണവും കാര്യങ്ങളെല്ലാം. അവിടെ കാണാം. ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ചത് 1935 അന്ന് 41 ആനകളുണ്ടായിരുന്നു ഇവിടെ. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വാരിക്കുഴിയിൽ പിടിച്ച ആനകളെ ഇവിടെ വെരുക്കിയെടുക്കുവാൻ കൊണ്ടുവന്നിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം 5 ആനപ്പന്തികൾ വരെ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ മെരുക്കിയെടുത്ത അവസാനത്തെ ആന കുശൻ ആണ്. ഈ ആനയെ പിടിച്ചത് ഈങ്ങാറിൽ നിന്നായിരുന്നു. ഇതാണ് ഈ ആനപ്പന്തി. ഈ ആനകളെ പിടിച്ച ശേഷം അതിനെ ഈ ആനത്തൊട്ടിലിടും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു സ്മാരകമായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആനത്തൊട്ടിലിൽ ആനയൊന്നുമില്ല. ഈ ഒരു തൊട്ടിൽ 3 ആനകളെ വരെ അക്കോമഡേറ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോഴേക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഈ നെടുങ്കയത്തിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, അതായത് സ്പോട്ട് എന്ന് പറയുന്നത്, കാണാനുള്ള സ്പോട്ട് എന്ന് പറയുന്നത് ആനപ്പന്തിയാണ്. പിന്നെ ബ്രിഡ്ജ്, പിന്നെ ഈ റെയിൻ ഫോറസ്റ്റിൻ്റെ, അതായത് മഴക്കാടുകളുടെ സൗന്ദര്യം. ഇത്രയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഇവിടെ ഒരു കരുളായി പിന്നെ ആദിവാസി കോളനിയാണ്. അങ്ങോട്ട് സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന് വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കരുളായി ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാനുള്ളത്. ഇവിടെ ഈ കയത്തിനെ കുറിച്ചിട്ട് എഴുതി വച്ചിട്ടുണ്ട്. 1938 ഇംഗ്ലീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയർ ഈ കയത്തിൽ മുങ്ങി മരിച്ചതായാണ് രേഖാമൂലമുള്ള ആദ്യത്തെ വിവരം. അതിനുശേഷം പല സന്ദർശകരും ഈ കയത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിർഭാഗ്യം കൊണ്ട് ഈ കയത്തിൽ മുങ്ങി മരിച്ചവർ അനവധിയാണ്. ഏറ്റവും അവസാനം ഈ കയത്തിൽ മരണപ്പെട്ട 24 ഫെബ്രുവരി 9 മലപ്പുറം ജില്ലക്കാരനായ ആയിഷ റിദ ഫാത്തിമ മുഹ്സീന എന്നീ 2 സ്കൂൾ വിദ്യാർത്ഥികളാണ്. കയത്തിലെ എക്കാലത്തെയും അവസാന ദുരന്തവും അതായിരിക്കട്ടെ. ഈ കയത്തിൽ നീന്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഈ കയം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ കുണ്ടാണ്. അപ്പോൾ അത് ചിലപ്പോൾ വളരെ ആഴമുള്ള കുണ്ടായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ആവില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ വെള്ളത്തിലിറങ്ങുന്നത് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മുങ്ങിക്കുളിക്കാനൊക്കെ സാധ്യമായിരുന്നു. ഇപ്പം അത് അനുവദിക്കുന്നില്ല. ഈ പുഴയിലെ കയം എന്ന് പറയുന്നത് ഈ കാണുന്ന മാവിൻ്റെ ചോട്ടിൽ, പാറയുടെ ചോട്ടിലുള്ള ആ ജലം അവിടെയാണെന്നാണ് പറഞ്ഞത്. അത് അടുത്ത് പോയി കാണാൻ നിർവാഹമില്ല. ഇതാ ഈ കാണുന്ന ലൊക്കേഷനിലാണ് കയം എന്ന് പറയുന്നത്. അവിടെ വലിയൊരു ആഴമുള്ള ഭാഗമാണെന്ന് പറയുന്നു. അവിടെ ഏറ്റവും അപകടകാരിയാണ്. അവിടെ ഇറങ്ങുന്നവർക്കൊക്കെ പലതരത്തിലുള്ള അപായങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ് ദൂരത്തുനിന്നുള്ള രംഗങ്ങൾ വളരെ മനോഹരമാണ്. പുഴയുടെ അടുത്ത് പോലും നമ്മളെ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയാണ്.
ഇവിടെ എഴുതിയിരിക്കുന്നത് ചോല നായിക്കാസ് who live in evergreen forest of Nilambur area are one of the few surviving hunters-gatherer tribes in the country and only tribal community in Asia that live in rock cave shelters. Chola means deep evergreen forest and Naikan means king. They live in rock shelters called Kalulai and their language is mixture of Kannada, Tamil and Malayalam. The sculpture is built to commemorate Sri Mathan, oldest of Cholanaikas, and his wife Karika. He participated in Republic Day 2005 in New Delhi as a special invitee. Unfortunately, Sri Mathan was stampeded to death by wild elephant on 26/1/2022. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പൗസിൻ്റെ അവിടെ നടത്തിയ